ഹായ് സുഹൃത്തെ, ഇന്ന് താങ്കളുടെ കറണ്ട് എനർജി, താങ്കളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുടെ ഇടയിൽ നിലനിന്ന് വന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം. പിന്നെ എന്തെങ്കിലും ഔട്ട്കം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ താരട്ട് കാർഡ് എടുക്കാം. മാജിക് കാർഡ് അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നൊരു അവസ്ഥയെ കാണുന്നത്. നിങ്ങളൊരു എംപ്രസ് എന്ന് പറഞ്ഞാൽ മേജർ ആർക്കണ കാർഡാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ കണ്ടറിയത്തില്ല ഒരു രാജ്ഞിയായിരിക്കുന്നത്. ഷീസ് പ്രഗ്നൻ്റ്. നല്ലൊരു ഒരു നഴ്സിംഗ് ലേഡിയാണ്. വളരെ പ്രൊട്ടക്റ്റുള്ള കെയർ ചെയ്യുന്നൊരു ലേഡിയാണ്. നിങ്ങളുടെ പേഴ്സണെ, വ്യക്തിയെ തീർച്ചയായും താങ്കളുടെ പേഴ്സണെ വളരെയധികം പ്രൊട്ടക്റ്റ് ഉണ്ടാകും, വളരെ കെയർ ഉണ്ടായിരിക്കാം. ഒരു മദർ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ലൊരു പൊസിഷനിലായിരിക്കുന്നത്. നല്ലൊരു സാമ്പത്തികമായിട്ടും അതുപോലെ നല്ലൊരു രാജ്ഞി ഇരിക്കുന്ന പോലെ പൊസിഷനിലായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആ വ്യക്തിയെ പരിചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ എനർജി വളരെ നല്ലൊരു എനർജി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇതാണ്. പേഴ്സൻ്റെ കറണ്ട് എനർജി തീർച്ചയായിട്ടും അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഫിനാൻഷ്യലി വളരെയധികം മോശമാണ്. അതേപോലെ ഹെൽത്ത് പരമായി വളരെയധികം സ്ട്രഗിൾ നേരിടുന്ന അവസ്ഥയായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് എനർജി. പിന്നെ നിങ്ങളുടെ ഇടയിൽ നിലനിന്ന് വന്ന സിറ്റുവേഷൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇതാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. ഏസ് ഓഫ് പെന്റക്കിൾസ് വെച്ചാൽ തുടക്കമാണ്. എപ്പോഴും തുടക്കം തന്നെയാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് നല്ലൊരു ഫിനാൻഷ്യൽ പരമായിട്ടൊരു സാമ്പത്തികം തുടങ്ങാനുള്ള നല്ലൊരു സിറ്റുവേഷനാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലും അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിറ്റുവേഷൻ തന്നെയാണ്. സാമ്പത്തികമായിട്ട് നല്ലൊരു മുന്നോട്ട്, അതായത് എന്തുകൊണ്ടും നല്ലൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കാണെങ്കിലും അവർ സാമ്പത്തികമായിട്ട് വളരെ മോശാവസ്ഥയിലാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് യാതൊരുവിധ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. നല്ലൊരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ അത് 10 ഓഫ് വൺസ് ആണ്. ഈ 10 എപ്പോഴും ഒരു എൻഡിങ് ആണ്. 10 കഴിഞ്ഞാൽ പിന്നെ പേജാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു ബർഡൻ്റെയാണ്. അതൊരു ബർഡൻ പോലെ ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പരന്തിൻ്റെ കഥ. അതേപോലെ ഇതൊരു ബർഡനാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് വേണമെങ്കിൽ ഇവിടെ വെച്ച് അവസാനിക്കാം. പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് പോകാം. അതായത് ഇപ്പോൾ അടുത്തത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് വൺസ് ആണ്. പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ് ഇനി വരുന്നത്. അപ്പോൾ എപ്പോഴും 10 കണ്ടാലോ 9 കണ്ടാലോ ഓർക്കുക, അടുത്തത് നല്ലൊരു തുടക്കമാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു തുടക്കമാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിക്കാം. വെരി ഗുഡ്. ഇതാണ് നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം. 10 ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും ഔട്ട്കം കിട്ടുന്നത് ഒരു നല്ലൊരു ഫാമിലി ലൈഫാണ്. വൈകാരികമായി നല്ലൊരു കുടുംബം. നമുക്ക് നല്ലൊരു ഗ്രാമമാണ്. നദി ഒഴുകുന്നു. അതൊരു വികാരത്തിൻ്റെയാണ് വെള്ളം കാണിക്കുന്നത്. 2 കുട്ടികൾ കളിക്കുന്ന നല്ലൊരു വീട് അകലെ കാണാം. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഹാപ്പി ലൈഫ് മുന്നോട്ട് പോകാനുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജികൾ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തു തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണെങ്കിലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിലേക്ക് നല്ലൊരു ലൈഫ് കടന്നു വരുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത് തിരിച്ച് നിങ്ങൾ കൊണ്ടു തന്നിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ലീഗലി നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ, അതേപോലെ തന്നെ നല്ല കമിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പോകുന്നതാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നീട് ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ റീഡിങ് ചെയ്യുമ്പോൾ, ഈ ടാരറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോഴും ഇത് കേൾക്കുമ്പോഴും ഇത് നിങ്ങൾ റീഡിംഗ് എടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യപ്പെടുകയാണ്. ഈ ടാരറ്റ് റീഡിങ്ങിലൂടെ എല്ലാം ഹീൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം റീഡിംഗ് എടുക്കുമ്പോൾ ഹീൽ ചെയ്യപ്പെടും. നിങ്ങൾ ഹീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കർമ്മ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡിംഗ് എടുത്താൽ അത് ഹീൽ ചെയ്യുകയാണ്. അതുപോലെ ഇത് കണ്ടാലും ഹീലിംഗ് ആണ്. ഞങ്ങൾക്കും ഇത് ഹീലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ടാരറ്റ് കാർഡ് വായിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും റീഡിംഗ് എടുക്കുന്നതും എല്ലാം ഹീലിംഗ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴേ നിങ്ങളത് ക്ലെയിം ചെയ്യുന്നുള്ളൂ. അല്ലാതെ കണ്ടിട്ട് വെറുതെ പോയാൽ അത് ക്ലെയിമിങ് ആകുന്നില്ല.
നിങ്ങൾക്കത് നിങ്ങളുടെ പേഴ്സണൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിന് നന്ദി പറയുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നതിന് നന്ദി പറയണം. ചാടി എഴുന്നേറ്റ് പോവുകയല്ല വേണ്ടത്. എഴുന്നേറ്റാൽ ഉടൻ തന്നെ നന്നായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് ഒരു 2-3 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക നന്നായിട്ട്. ഇന്നത്തെ ദിവസം തന്നതിന്, പിന്നെ നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കൈകളുടെ ഓരോ അവയവങ്ങൾക്കും നന്ദി പറയുക. കാരണം നിങ്ങളുടെ ഓരോ അവയവങ്ങളുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ജോലി ചെയ്യുന്നത്. കൈയും കാലും ഇല്ലാത്തവനൊക്കെ അതും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൈയുണ്ടെങ്കിൽ കൈകൾക്ക് നന്ദി പറയുക, കാലിന് നന്ദി പറയുക, നിങ്ങൾ ഓരോ ശരീരഭാഗത്തും നന്ദി പറയുക, ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് കിട്ടാൻ പോകുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുക. നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് നന്ദി പറയുക, നിങ്ങളുടെ പേരൻസ് നന്ദി പറയുക, മുൻ തലമുറകൾക്ക് നന്ദി പറയുക. നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയുണ്ടോ ആ ഓരോന്നിനും നിങ്ങൾ പ്രത്യേകം നന്ദി പറയുക. ഓക്കെ, നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ ഡൗൺ ആണെങ്കിൽ പോലും സാമ്പത്തികം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളതും അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതും എന്തും. അപ്പോൾ അതൊക്കെ പൈസ ഇല്ലാതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയ ജനിച്ച കാലം മുതൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുക. നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു, നിങ്ങൾക്ക് നല്ല വസ്ത്രം എടുക്കാൻ സാധിച്ചു, നിങ്ങൾക്ക് നല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണ് നിങ്ങൾ നോക്കി അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുക. ഓരോ നന്ദി പറയുമ്പോഴത്തേക്കാണ് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പരാതി പറയാതിരിക്കുക. നമ്മൾ ആരെക്കുറിച്ചും പരാതി പറയാതിരിക്കുക. അതേപോലെ തന്നെ ഇല്ലായ്മയെ പറ്റി പറയാതിരിക്കുക. എപ്പോഴും ഉണ്ട് എന്ന് മാത്രം പറയുക. അപ്പോൾ ഇല്ലാത്തതും ഉണ്ടായിക്കോളും. അങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിൽ ഒരു പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ പറയുന്നതാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിന് അറിയത്തില്ല നെഗറ്റീവ് എന്താണ് പോസിറ്റീവ് എന്താണെന്ന്. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായും രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. കുറച്ച് 2-3 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. അല്ലേ നിങ്ങൾക്ക് തീർച്ചയായും ഉള്ളതിനൊക്കെ നന്ദി പറഞ്ഞാൽ കൂടാതെ വൈകുന്നേരം കിടക്കാൻ നിർത്തുക പോലെ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ഈ ദിവസം കിട്ടിയോ അതിനൊക്കെ നന്ദി പറയുക. ഓക്കെ, കിടക്കുന്ന മുമ്പായിട്ട് നന്ദി പറയുക. നല്ല ദിവസം തന്നതിനും ഓരോ കിട്ടിയ ഭക്ഷണത്തിനും എന്തൊക്കെ തന്നോ അതിനെല്ലാം നന്ദി പറയുക. എന്നിട്ട് കിടന്നുറങ്ങാവുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടി നോക്കി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ് രാവിലെ ഏറ്റവും പോകേണ്ടത്. രാവിലെ എന്നാൽ ശരിക്കും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് അഫർമേഷൻ കൊടുക്കുക. അതേപോലെ വെറുതെ നോക്കി കണ്ണാടി നോക്കി ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിരിക്കുകയോ അല്ല ചാടുകയോ തുള്ളുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കും നിങ്ങൾ ഹാപ്പിയാണെന്ന്. അപ്പോൾ നിങ്ങളിലേക്ക് മാറ്റം വരുന്നതാണ്. ഒരിക്കലും മൂഡ് ഓഫ് ആയിട്ടിരിക്കരുത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.